അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ലുലുമാൾ. സോ ലുലുമാളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ടോപ്പിക്ക്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലെ കാശിൻ്റെ കഴപ്പ് അധികമായിട്ടുള്ള കുറച്ച് സേട്ടന്മാരും ചേച്ചിമാരും ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു കാശിൻ്റെ അപമാന പ്രശ്നം കാരണം പെട്ടുപോകുന്നത് നമ്മളെ പോലുള്ള ഓരോ സാധാരണക്കാരുമായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം നമ്മുടെ പരിചയത്തിലുള്ള തൊട്ടടുത്തുള്ള ഒരു മാടക്കടയിൽ നിന്ന് ഒരു 5 രൂപയുടെ ഒരു കപ്പലണ്ടി മുട്ടായി വാങ്ങിച്ചു എന്നിരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ലുലുമാൾ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇതേ കപ്പലണ്ടി മുട്ടായി ലുലുമാളിൽ ഈ 5 രൂപയ്ക്ക് പകരം 500 രൂപയാണ് പറയുന്നതിരിക്കട്ടെ. ഈ 500 രൂപയ്ക്ക് പകരം ഇവർ 600 രൂപ കൊടുക്കുകയും 100 രൂപ ടിപ്പായിട്ട് വെച്ചോളാനും ആ ഒരു വെയിറ്ററിൻ്റെ അടുത്ത് പറയും. അതാണ് ഈ കാശിൻ്റെ കഴപ്പുള്ള ആളുകളുടെ കുഴപ്പം. അപ്പം ഇവരൊരിക്കലും ചോദിക്കത്തില്ല പുറത്ത് ഇതിന് 5 രൂപയേ ഉള്ളൂ, പിന്നെ എന്തിന് നിങ്ങൾ 500 പറയുന്നു എന്ന് അവരൊരിക്കലും ചോദിക്കത്തില്ല. കാരണം എന്താണ്, ചുറ്റും ആൾക്കാർ നിൽപ്പുണ്ട്, അവരുടെ അഭിമാനത്തിന് വലിയ വീഴ്ച പറ്റും. കാര്യം കാശിൻ്റെ ഹുങ്ക് കാണിക്കണമല്ലോ. സോ അത്തരം ഒരു വീഡിയോ ആണ്. മാത്രമല്ല ലുലുമാളിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കുറച്ച് ഭീകര കളികളുണ്ട്, പൈസയുടെ കുറേ കളികളുണ്ട്. എൻ്റെ മക്കളെ നിങ്ങളൊന്ന് കേൾക്കണം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ TV19 കേരള എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ ആ ഒരു ചാനലിൽ കയറിയാൽ മതി. ഞാനപ്പോൾ ഇതിനകത്തിലെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ മാത്രം വെച്ചിട്ടാണ് നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിലെ ദി ഇൻവെസ്റ്റിഗേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി താഴെ ടാഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തിലെ ആങ്കർ ആ ചേട്ടൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ചേട്ടാ ഹാറ്റ്സ് ഓഫ് യു ചേട്ടാ. കാര്യം നിങ്ങളിത് ഒരുപാട് ചിന്തിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോക്കകത്തൂടെ അത്യാവശ്യം ചിന്തിക്കാൻ ശേഷിയുള്ള കുറേ ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് ചേട്ടൻ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പം ഈ കാശിൻ്റെ ഹുങ്ക് കാണിക്കുന്നവരുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തുള്ളൊരു പരിപാടി കൂടിയാണ്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളിൽ കുറച്ച് പ്ലേ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് തുടങ്ങുന്നത് വെച്ചാൽ സിനിമ കാണാൻ വേണ്ടിയിട്ട് PVRലേക്ക് ലുലുമാളിൽ പോയിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഫുഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനത് പിന്നീട് വെക്കാം. ഫസ്റ്റ് പറയുന്നത് ഈ ലുലുമാളിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വെക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. അപ്പം അതിനെ പറ്റിയിട്ട് തന്നെയാണ് ഫസ്റ്റ് ഞാൻ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നത്. 300 ബില്ല്, ഒരു പെപ്സി മേടിച്ച് 220. കാറ് തല വെച്ചുകൊണ്ട് സിനിമയ്ക്ക് പോകാൻ പറ്റുള്ളൂ, എവിടെയും പാർക്ക് ചെയ്യണ്ടേ? നിങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലം തന്നാലേ നമുക്ക് സിനിമ കാണാൻ വേണ്ടി പോകാൻ പറ്റുള്ളൂ. അതിന് വേറൊരു ചീട്ട് ഉണ്ട് അല്ലേ? ഓക്കെ, നോക്കട്ടെ. ആ ചീട്ട് സിനിമ ടിക്കറ്റ് പറ്റൂല. ഇനിയിപ്പോ ഇത് തന്നെ വേണം എന്നുള്ളതാണ് ബായി പറയുന്നത്. അകത്ത് ചെന്ന് സിനിമയൊക്കെ കണ്ട് ഈ 3-3.5 മണിക്കൂറിന് ശേഷം ഇറങ്ങി വന്നു കഴിയുമ്പോൾ കാറ് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു പാർക്കിംഗ് ഫീ ഇവർ ഈടാക്കുകയാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ഈടാക്കുന്നത് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ പാർക്കിംഗ് ഫീ എന്ന് പറയുന്നത് ഒരു ഭൂലോക ഉട്ടായ്പ പരിപാടിയാണ്. നിങ്ങൾ ഈ വലിയ വലിയ മാൾസ് എന്നുള്ള സംഭവം നിങ്ങൾ മാറ്റി വെക്കുക. ഇതേപോലെ ഒരു സാധാരണ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു മാടക്കട വിചാരിക്കുക. ആ മാടക്കടയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ചായക്കട, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒരു ചായ കുടിക്കണം. വണ്ടി അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും നിങ്ങൾ പാർക്ക് ചെയ്ത് വെച്ചു. നിങ്ങളുടെ ഒരു സ്കൂട്ടർ വന്നിരിക്കട്ടെ, അത് അവിടെ വെച്ചു. അതവിടെ വെക്കുന്നതിന് അവരൊരു 5-10 രൂപ വേണമെന്ന് എക്സ്ട്രാ വേണമെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ലല്ലോ. പക്ഷേ ഇതേ സാധനം വലിയ വലിയ മാളുകളിൽ അവർ പറയുകയാണ് നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ 5 രൂപ, 10 രൂപ, 20 രൂപ, 50 രൂപ, 100 രൂപ എന്ന് പറഞ്ഞാൽ 1000 രൂപയാന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൊടുക്കും. പക്ഷേ എന്തിനിത് എന്ന് ഒരാളും ചോദിക്കാറില്ല. സത്യമല്ലേ? യൂസഫ് അലി എന്ന മഹാനായിട്ടുള്ള മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഇറങ്ങി, ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് വീൽ ചെയർ, നടക്കാൻ പറ്റാത്ത ആളുകൾ, കുറെ മാധ്യമപ്രവർത്തകരെ കൂട്ടിക്കൊണ്ടാണ് ഇദ്ദേഹം വരുന്നത്. അവരുടെ മാധ്യമങ്ങളിൽ ഇതിങ്ങനെ കവറേജ് ആയിട്ട് ഒഴുകുകയാണ്. 4-5 ലക്ഷം രൂപ സമ്മാനമായി നൽകുകയാണ്. ഇതിങ്ങനെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. ലുലുമാളിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് എത്ര ലക്ഷം രൂപയാണ് പിൻവാതിലിൽ കൂടെ ഇദ്ദേഹം കൈപ്പറ്റുന്നത് എന്നുള്ളത് എന്തുകൊണ്ട് നമ്മുടെ മലയാളികൾ ചിന്തിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അദ്ദേഹം പിൻവാതിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വലിയ തെറ്റ് പറയാനൊന്നും പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഇതുപോലെ ഒരുപാട് കൊള്ള അഴിമതി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഒന്നുമില്ല. ഇത് വലിയ വലിയ പണക്കാർ വേണ്ടി മാത്രം വരുന്ന, അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ അഭിമാന പ്രശ്നം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി മാർക്കറ്റ് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കുന്നു. ആൻഡ് അതിലൊരു വിഹിതം നമ്മളെപ്പോലുള്ള ഓരോ സാധാരണക്കാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. കാര്യം കായംകുളം കൊച്ചുണ്ണി ചെയ്തിരുന്നത് മോഷണം തന്നെയായിരുന്നു. കാരണം നിയമത്തിൻ്റെ മുന്നിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ചെയ്യുന്നതിന് എവിടെയൊക്കെ ഒരു മൊറാലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. അപ്പം MA യൂസഫ് അലി അദ്ദേഹം ഇതുപോലെ പിൻവാതിലൂടെ കുറച്ചധികം പൈസ ഉണ്ടാക്കുന്നെങ്കിൽ തെറ്റൊന്നും പറയാനില്ല. കാര്യം കുറച്ച് ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും നമുക്കങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ബാക്കി കൂടെ കേൾക്കാം. വല്ലപ്പോഴും ദുബായിൽ നിന്ന് ഇവിടെ ഹെലികോപ്റ്റർ വന്നിറങ്ങിയിട്ട് ഏതെങ്കിലും പാവങ്ങൾ ഞങ്ങളെ സഹായിക്കണേ, ഒരു 2 ലക്ഷം രൂപ കൊടുത്തോളൂ, എല്ലാം ദൈവം നമുക്ക് തരുന്നതല്ലേ എന്ന് പറഞ്ഞ് വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു യൂസഫ് അലി സാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ വാളിൽ ഞങ്ങൾ ചെന്നു. എനിക്കൊരു സിനിമ കാണണം, ഞാനൊരു ഷുഗർ പേഷ്യൻ്റ് ആണ്, എനിക്ക് ഭക്ഷണം കഴിക്കണം. 3.5 മണിക്കൂറോളം തിയേറ്ററിനുള്ളിൽ അല്ലെങ്കിൽ സ്റ്റക്കായി പോകും. അതൊരു സാധാരണക്കാരൻ്റെ വിഷയമാണ്. അപ്പോൾ എനിക്ക് അതിനുള്ളിൽ ഭക്ഷണം കിട്ടുമോ എന്ന് ഭയന്നപ്പോഴാണ് ഞാൻ 3 പപ്സ് മേടിച്ച് ഈ ലുലുമാളിനുള്ളിൽ ചെന്നത്. ഈ ഒരു കേസിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ലുലുമാൾ എന്ന് പറയുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻ, ഇതിനകത്തുള്ള ഓരോ ഷോപ്സും വാടകയ്ക്ക് കൊടുത്തേക്കല്ലേ. അതിൽ നിന്ന് കിട്ടുന്ന
കിട്ടുന്ന കമ്മീഷനാണ് ഇദ്ദേഹത്തിൻ്റെ ലാഭം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് തിരുത്തി തന്നാൽ മതി. ഇഫ് അങ്ങനെയല്ല, ഇദ്ദേഹത്തിൻ്റെയാണ് ഫുൾ ഓവറോൾ കൺട്രോൾ എങ്കിൽ തന്നെ, ഇപ്പം ഇദ്ദേഹം ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, ലുലു മാളിൻ്റെ പുള്ളിയുടെയാണ് ലുലു മാള്. അപ്പം അദ്ദേഹം ഇതേപോലെ താഴേക്കടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഒന്ന് വിശകലനം ചെയ്യുന്നത് ഒരുപക്ഷെ നന്നായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ. അപ്പോൾ പിന്നീടാണെങ്കിൽ ഈ ചേട്ടനാണെങ്കിൽ ഈ PVRയിൽ നിന്ന് ഒരു പെപ്സി വാങ്ങുന്നുണ്ടായിരുന്നു. പെപ്സി മാത്രമല്ല, ഇതുപോലെ പോപ്കോൺ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ഫസ്റ്റ് പെപ്സിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ പെപ്സി അവിടെ അദ്ദേഹം ഈ ചേട്ടൻ വാങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കിന് 600 ml ആണ് ക്വാണ്ടിറ്റി ഉള്ളതെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. 600 ml. ഈ 600 ml പെപ്സിക്ക് വില അവർ പറഞ്ഞത് 220 രൂപയാണ്. അപ്പം അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ചേട്ടൻ പറയുന്നുണ്ട്. അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. പെപ്സി 750 മില്ലിയാണ്, ഇതിന് 40 രൂപയുള്ളൂ. ഈ 600 മില്ലിയുടെ ഈ കൊക്കക്കോളയ്ക്ക് 40 രൂപയുള്ളൂ. അപ്പോൾ എന്തായാലും 600 മില്ലിയാണ് ഇതിനുള്ളിൽ കൊള്ളുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 600 മില്ലിനെ അത് പൊട്ടിച്ചൊന്ന് ഒഴിച്ചു നോക്കാം. ആദ്യം നമുക്ക് എന്തായാലും അത് നോക്കാം. ആ അളവ് നമുക്ക് നോക്കിയതിന് ശേഷം വിലയിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ഇന്നലെ പെപ്സി മേടിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, എൻ്റെ പെപ്സിയുടെ ഈ ബോട്ടിലുള്ളിൽ ഇത്രയും അളവായിരുന്നു പെപ്സി ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ അത്രയും അളവ് ഇതിനകത്ത് ഒഴിച്ചിട്ട് കൊക്കക്കോളയുടെ ഈ ബോട്ടിൽ 600 മില്ലിയുടെ ഈ ബോട്ടിൽ ഞാൻ ഏകദേശം ഇത്ര ഒഴിച്ചപ്പോഴേക്കും എനിക്ക് ഇന്നലെ ലുലുവിൽ നിന്ന് കിട്ടിയ കോള എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും ബാക്കി നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും ഈ ബാക്കിയുള്ളതും കൂടെ ഒഴിച്ച് അങ്ങനെ നിറച്ചേക്കാം. നമുക്ക് നോക്കാം എന്താ സംഭവം. ഈ ഒരു ക്വാണ്ടിറ്റിയാണ് ശരിക്കും നമുക്ക് 600 മില്ലി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത്രയും തുളുമ്പ ഉണ്ടായിരിക്കണം. അനങ്ങി കഴിഞ്ഞാലും താഴെ വീഴും. ഇങ്ങനെയുള്ള മാളുകളിൽ പോയിട്ട്, തിയേറ്ററുകളിൽ പോയിട്ട് പെപ്സിയോ കൊക്കക്കോളയൊക്കെ വാങ്ങുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ 600 മില്ലിയാണ് ഇവർ തരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ഉണ്ടായിരിക്കണം, നിറച്ചും ഉണ്ടായിരിക്കണം. ഇതുമായി നമുക്ക് നടന്നു പോകാനാവില്ല, ഇത് തുളുമ്പി വീഴും. 220 രൂപയാണ് ഇവർ എന്നോട് കൈപ്പറ്റിയത്. 220 രൂപയുടെ പെപ്സി തരും. 220 രൂപയുടെ 220യുടെ പെപ്സി തരും. 160 രൂപകളായിട്ടുള്ളൂ. 160ഉം 40ഉം 200 രൂപയുടെ പെപ്സി ഇപ്പോൾ ആയി. 5 പെപ്സി ബോട്ടിൽ 750 മില്ലിയുടെ 5 ബോട്ടിൽ വാങ്ങിയാൽ പോലും നമുക്ക് 200 രൂപയേ ആകുന്നുള്ളൂ. ഈ ഒരു കുപ്പി പൊട്ടിച്ചതിൽ ഒഴിച്ചാൽ ഇത് നിറഞ്ഞ് തുളുമ്പിപ്പോകും. കാരണം ഇത് 750 ml-ഉം ഇത് 600 ml അറ്റപ്പറ്റ ഇതുള്ളൂ. ഇത് പൊട്ടിച്ച് ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിപ്പോകും. അപ്പോൾ കൂടുതലുള്ള പെപ്സി 5 ബോട്ടിലാണ് വെറും 200 രൂപയ്ക്ക് എനിക്ക് പുറത്തൊരു കടയിൽ നിന്ന് ലഭിക്കുന്നത്. എൻ്റെ മോനെ, ലാഭം എന്നൊക്കെ പറയുന്നതിനൊരു പരിധിയില്ലേടേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു പെപ്സി ഈ 600 ml ഉള്ളതിനാണെങ്കിൽ വെറും 40 രൂപ മാത്രമാണ് നമ്മൾ സാധാരണ ഒരു കടയിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ. ഇതേ 40 രൂപയുള്ള ഇതേ പെപ്സിയുടെ 600 ml ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിലും ക്വാണ്ടിറ്റി കുറവുള്ള സാധനമാണ് നമുക്ക് തരുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾ ആലോചിച്ച് നോക്കണം, 5-6 പെപ്സി വാങ്ങുന്ന പൈസക്കാണ് നമ്മൾ ഒരൊറ്റ പെപ്സി, അതായത് ഒരൊറ്റ പെപ്സിക്ക് നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന കടയിൽ കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റിയെ കാട്ടി ഒരു ശകലം കൂടെ കുറവ് നമ്മൾ വാങ്ങുന്നത് 220 രൂപ കൊടുത്തിട്ട്. ഇതൊന്നും പണക്കാരായിട്ടുള്ള പണത്തിൻ്റെ ഹുങ്ക് പിടിച്ചിട്ടുള്ള ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതൊന്നും നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യത്തില്ലേ? അതൊക്കെ പോട്ടെ. ഇത് കഴിഞ്ഞിട്ട് പോപ്കോണിൻ്റെ വില പറയുന്നുണ്ട്. പോപ്കോൺ ഇദ്ദേഹം ചോദിച്ചപ്പോഴത്തേക്കിന് 300 രൂപയാണ് പോപ്കോണിന് പറഞ്ഞത്. അപ്പം ആദ്യം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ എടുത്ത് ആ ഒരു ചാനൽ നോക്കിയാൽ മനസ്സിലാവും. ആദ്യം കുറച്ച് കോമഡി പരിപാടികളുണ്ട്. വെള്ളത്തിന് എത്ര എന്തോ 60-70 എത്രയോ രൂപ എങ്ങാണ്ട് സാധാ നമ്മുടെ മിനറൽ വാട്ടറിന് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ വണ്ടടിച്ചു പോയി. നിങ്ങൾ ഫുള്ള് വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഇതിനകത്ത് പോപ്കോണിൻ്റെ വില പറയുന്നുണ്ട്. അത് കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. പോപ്കോൺ ഉണ്ടോ ചേട്ടാ? പോപ്കോൺ ഉണ്ടാവുമോ? അതിലൊരു പാക്കറ്റ് ഒന്ന് കാണിക്കാമോ? പോപ്കോണിൻ്റെ പാക്കറ്റാണ്. ഇതിൻ്റെ വില 10 രൂപ അല്ലേ? 300 രൂപയ്ക്ക് ഇങ്ങനത്തെ എത്ര പാക്കറ്റ് ഞങ്ങൾക്ക് തരും? 30 പാക്കറ്റ് തരും. ഓക്കെ, ഇങ്ങനെയുള്ള 10 രൂപയുടെ 4 പാക്കറ്റ് 40 രൂപ മാത്രം ചിലവുള്ള ഈ സാധനത്തിനാണ് എന്നോട് 300 രൂപ മേടിച്ചത്. അപ്പോൾ ഈ 4 പാക്കറ്റ് ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടബിൽ നമുക്ക് നിറച്ചും പോപ്കോൺ ലഭിക്കും. 40 രൂപ മാത്രം ചിലവുള്ള പോപ്കോണിന് പോട്ട് നിങ്ങൾ പൈസയൊക്കെ കൂട്ടി നിങ്ങൾ ഇത് എണ്ണയിലിട്ട് വറക്കുന്നതും നിങ്ങൾ പിന്നെ സെർവ് ചെയ്യുന്നതും നിങ്ങളുടെ ബോക്സിൻ്റെ എല്ലാം കൂടെ ചേർത്ത് ഒരു 100 രൂപയാക്കുക. പോട്ടൊരു 150 രൂപയാക്കുക. 300 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഒരു മയത്തിലൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കൊള്ളലാഭം ഉണ്ടാക്കിയിട്ട് പിന്നെ അത് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നൊരു ഫുഡ് വാങ്ങിച്ചതിൻ്റെ അകത്തോട്ട് കയറാനും പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ബുദ്ധിമുട്ടൊക്കെയുള്ള ഈ സിനിമക്കടയിൽ എന്തെങ്കിലും കഴിക്കണമെന്നും കുടിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ ഇവിടെ വന്നല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. എന്തായാലും കൊള്ളാം, ബാക്കിയും കൂടെ കാണാം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാൻ വേണ്ടി പോവുകയാണ്. ഇത്തരം ഒരു പാക്കറ്റിന് എന്നോട് ഈടാക്കിയത് 10 രൂപയാണ്. ഇത് ഹോൾസെയിലായിട്ടാണ് അവരെ പോലുള്ള ആളുകൾ വാങ്ങുന്നത്. എവിടെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉള്ളത് അവിടെ പോയത് മൊത്തമായിട്ട് വാങ്ങുകയാണ്. അപ്പോൾ അവർക്ക് ഇത്തരം ഒരു പാക്കറ്റിന് മാത്രം ക്വാണ്ടിറ്റിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വില 2 രൂപയോ അല്ലെങ്കിൽ 3 രൂപയോ ഒക്കെയാണ്. ഇത്തരം ഒരു പാക്കറ്റിൻ്റെ അത്രയും പോപ്കോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലവാകുന്ന തുക. ഇങ്ങനെ 4 പാക്കറ്റ് ഇട്ടപ്പോൾ ഇതുപോലെ ഒരു ടബ് നിറയെ പോപ്കോൺ ആയി. 4 പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റിന് 2 രൂപ വെച്ച് കൂട്ടും. പോട്ടെ, 3 രൂപ വെച്ച് കൂട്ടിക്കോളൂ. 12 രൂപയ്ക്കാണ് ഇത്രയും പോപ്കോൺ നിങ്ങൾക്കും എനിക്കും ഈ മാളുകാർ സിനിമ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ വളരെ ദിവ്യമായ ഒരു വസ്തുവായി തരുന്നത്. ബാക്കി 25 പാക്കറ്റൂടെ ഉണ്ടാക്കുന്നതിൻ്റെ സാധനമാണെങ്കിൽ ഞാനിവിടെ സൈഡിൽ പേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ
ക്വാണ്ടിറ്റി ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനമുണ്ട്. ഈ 300 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രാമം മൊത്തവും നമുക്ക് കൊടുക്കാൻ സെർവ് ചെയ്യാനുള്ള സാധനമുണ്ട്. അപ്പോൾ ഇപ്പം ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഹോൾസെയിൽ വിലയെന്നാണെങ്കിൽ ഒരു 12 രൂപ മാത്രമേ ഇവർക്കാവുന്നുള്ളൂ. അപ്പം ഇവർ ഉണ്ടാക്കുന്ന ലാഭം എന്ന് വെച്ചാൽ 100%, 200% ഒന്നും അല്ല, 1000, 2000, 3000% ലാഭമാണ് ഇവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എടേ ഇതെന്തോന്ന് വെള്ളരിക്കപ്പെടണോ? ലുലു മാളിൻ്റെ പുറകിൽ ഇത്രയും വലിയ പരിപാടിയൊക്കെ നടക്കുന്നത്. ഇതൊന്നും ആരും ചോദ്യം ചെയ്യാറില്ല. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് ചായയുടെ ഒരു കേസ് പറയുന്നുണ്ട്. അവിടെ പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചായയുടെ വില പറഞ്ഞത് എൻ്റെ പൊന്നോ. ലുലു മാളിൽ പോയി സിനിമ കാണാൻ വേണ്ടി ആ മാളിൻ്റെ ഉള്ളിൽ മുകളിൽ ചെന്നപ്പോൾ ഒരു ചായക്ക് എന്നോട് പറഞ്ഞ വില പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല. നമുക്കൊന്ന് കാണിച്ചു തരാം. എത്ര ചായക്ക്? 170 രൂപയാണ് ഒരു ചായയുടെ വില എന്നോട് അവർ പറഞ്ഞത്. ഞാൻ ഇവിടെ ഒരു ചായ ആവശ്യപ്പെടാൻ വേണ്ടി പോകുക. എക്സ്ക്യൂസ് മീ, ഒരു ചായ. ഓക്കെ, ചായ എത്ര രൂപയാണ്? 10 രൂപ മാത്രം. സൂപ്പർ ചായ, സൂപ്പർ ചായ, താങ്ക് യു. ഒരു ചായക്ക് 170 രൂപ. ഞാൻ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കും, ഇത് എന്നാത്തിനകത്തിട്ട് ഉണ്ടാക്കുന്ന ചായ നിങ്ങളിത്? 170 രൂപയുടെ ചായ. ഇത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾ പുറത്തുനിന്നൊരു കപ്പലട്ടി മുട്ടായി 5 രൂപയ്ക്ക് വാങ്ങുന്നു, ലുലുമാളിൻ്റെ അകത്ത് കയറിയിട്ട് അതിന് 500 രൂപ എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങാൻ ആളുണ്ടേ. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് വേറൊരു കേസെന്ന് വെച്ചാൽ, പുള്ളിക്ക് അവിടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചേട്ടൻ കാണിക്കുന്നുണ്ട്, ഇവരുടെ അടുത്ത് ആ ഒരു സെയിൽസിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്താണെങ്കിൽ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ ക്വാണ്ടിറ്റി എത്ര ഉണ്ട്, ഈ പെപ്സിയുടെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് 600 ml ഉണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ചേട്ടനാണെങ്കിൽ ബില്ല് കാര്യങ്ങളൊക്കെ അടിച്ചു വന്നപ്പോഴത്തേക്കിന് അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് 540 ml മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അപ്പം ഇത് നമുക്കൊരു 60 ml ഡിഫറൻസ് ആണ്. അതും നമുക്ക് വാദിക്കാവുന്ന സാധനം, നമ്മുടെ റൈറ്റാണ്. നമ്മളുടെ അടുത്ത് 600 ml പറയുന്നുണ്ടെങ്കിൽ 600 ml കമ്പൽസറി ആയിട്ട് ഉണ്ടായിരുന്നിരിക്കണം. ഓക്കെ, അതിൽ 1 ml കുറഞ്ഞാന്ന് പറഞ്ഞാൽ നമുക്കത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പം ഈ ചേട്ടൻ തീർച്ചയായിട്ടും ഇത് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി, മീൻസ് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ ഇദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള കുറച്ച് കാര്യങ്ങളോടെ ഞാനിവിടെ പ്ലേ ചെയ്യാം. ജോബി വർഗീസ്, സ്ക്വാഡ് ഇൻസ്പെക്ടർ. നമുക്ക് നമ്മുടെ ആക്ട് പ്രകാരം, റോഡ് പ്രകാരം ഇതൊരു പാക്കേജ്ഡ് കമ്മോഡിറ്റി, അതാണ് നമ്മുടെ റോഡിൽ പരമാവധി കവർ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ രണ്ടും ഒരു പാക്കേജ്ഡ് കമ്മോഡിറ്റി അല്ല, നമ്മളവിടെ ചെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അളന്ന് തരുന്നൊരു സാധനമാണ്. അതുകൊണ്ട് ഒരു പാക്കേജ്ഡ് കമ്മോഡിറ്റിയുടെ നിയമങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ല. കൊടുക്കുന്ന സാധനം സ്റ്റാൻഡേർഡ് അളവിലായിരിക്കണം. ചിലയിടത്ത് മീഡിയം, റെഗുലർ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞ അങ്ങനെ കൊടുക്കരുത്. ഒന്നുകിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യണം കൃത്യമായിട്ട്, ഇത് കൊടുക്കുന്നത് നമ്മുടെ SI യൂണിറ്റ് പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര മില്ലി എന്ന് കൃത്യമായി പറയണം. അതിൻ്റെ റേറ്റും അവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഇപ്പം നമുക്ക് പുറത്തുനിന്ന് കൊക്കോക്കോള അല്ലെങ്കിൽ ഏത് സോഫ്റ്റ് ഡ്രിങ്ക്സും മേടിക്കുമ്പോൾ അറിയാം, ഒരു 600 മില്ലി അവർ പല ഇതിലുണ്ട്. 600, 750 ഏതെടുത്താലും ഉദ്ദേശം ഒരു 40, 50, 60 റേഞ്ചിലാണ് ആ റേഞ്ചിലാണ് ഇതിൻ്റെ ഇത് വരുള്ളൂ. അപ്പോൾ അവർക്കത് സെയിൽ ചെയ്യാനും എളുപ്പം അതാണ്. പക്ഷേ ഈ നിയമം ഇങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയാവുന്നതുകൊണ്ട് നിയമത്തിൽ നിന്ന് ഇവേഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതൊരാൾ അവിടെ ഓർഡർ ചെയ്ത ശേഷം നിന്ന് അളന്ന് എടുത്ത് തരണം. ഇതൊന്നും വേണ്ട. മറ്റേത് ആ ബോട്ടിൽ എടുത്ത് തരുവാണെങ്കിൽ 40 രൂപയുടെ ബോട്ടിൽ. പക്ഷേ ആ 40-ന് ഒരു 50 പൈസ കൂടുതൽ മേടിച്ചാൽ, ചില്ല് ചെയ്യുന്നു വേറെ എന്തെങ്കിലും കാരണത്തിൽ 40-ന് 40 രൂപ 50 പൈസ അല്ലെങ്കിൽ 41 മേടിച്ചാൽ പോലും നമുക്ക് ഇടപെടാൻ സ്കോപ്പ് ഉണ്ട്. നമ്മൾ ശരിക്കും നിയമത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല, പക്ഷേ ഇത് നടത്തുന്ന ആൾക്കാർ കൃത്യമായിട്ട് നിയമത്തിന്റെ ഓരോ ലൂപ്പ് ഹോൾസും കൃത്യമായിട്ട് അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പാക്കേജ്ഡ് കമ്മോഡിറ്റിയിൽ നിന്ന് ഇത് മാറ്റി അവർ അവിടെ സെർവ് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി ആക്കി. അതിലൂടെ ലീഗൽ മെട്രോളജി നിയമങ്ങൾ അവിടെ ബാധകമല്ല. ഇത് നമ്മുടെ നാട്ടിലെ നിയമ വ്യവസ്ഥിതിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ നിയമം പഠിക്കുന്ന ആളുകളുടെ അടുത്തൊക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു നിയമം വെച്ച് നമ്മുടെ മേലൊരു കുറ്റം ചുമത്തി എന്നിരിക്കട്ടെ, ഇതേ കുറ്റത്തിൽ നിന്ന് നമുക്ക് ഊരിപ്പോകാനുള്ള മറ്റൊരു നിയമം അല്ലെങ്കിൽ ഇതിനൊരു ലൂപ്പ് ഹോൾ നമ്മുടെ ഇതേ നിയമത്തിൽ തന്നെ കിടപ്പുണ്ട്. അത് നമ്മുടെ നിയമത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, നിയമവ്യവസ്ഥിതിയുടെ. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലുലു പോലുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ കൃത്യമായിട്ട് അത് ഉപയോഗിക്കാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുക, നല്ല രീതിയിലുള്ള കൊള്ളലാഭം ഉണ്ടാക്കുന്നുണ്ട്. അവർക്കെതിരെ കേസ് പോകാൻ പറ്റുമോ? ഇല്ല. കാര്യം അവരെ അതിൻ്റെ ഇടയിലുള്ള ലൂപ്പ് ഹോൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു കേസിലും ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്, അദ്ദേഹം പറയുന്നതും കണ്ടിട്ടൊപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഈ കേസിലൊന്നും ഞാൻ ഒരിക്കലും ലുലുമാളിലുള്ള ഈ പറയുന്ന ലുലുമാളെന്നല്ല, ഇപ്പം ഞാൻ ലുലുമാളെന്നുള്ളൊരു ടോപ്പിക് എടുത്തെന്ന് മാത്രമല്ല, ലുലുമാളിൽ മാത്രമല്ല മിക്കവാറും ഉള്ള എല്ലാ വലിയ വലിയ മോൾസിലും നടക്കുന്ന സംഭവം ഇത് തന്നെയാണ്. ഓക്കെ, ലുലുമാളിലെ കാര്യം മാത്രമല്ല ഇത്, എല്ലാ മാൾസിലും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു മാളിനെ കുറ്റം പറയത്തില്ലേ. കാര്യം ഇത് അവരൊക്കെ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇത്ര ധൈര്യത്തോടു കൂടി 5 രൂപയ്ക്കോ 10 രൂപയ്ക്കോ കിട്ടുന്ന സാധനം 1000-നും 2000-നും അവരവിടെ വിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കോൺഫിഡൻസ് അവിടെ നിന്ന് അവർക്ക് കിട്ടി. ഇത് എന്തുകൊണ്ട് വിറ്റഴിക്കപ്പെടുന്നു? അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. പൈസ എന്ന് പറയുന്ന സാധനം ഹുങ്ക് കാണിച്ചുകൊണ്ട് അത് കുറഞ്ഞ രൂപയിലുള്ളൊരു സാധനം, നല്ലൊരു സാധനമാണെങ്കിൽ പൈസ കുറച്ച് നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു അഭിമാന പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ അഭിമാനത്തിനൊരു കോട്ടം സംഭവിക്കുമെന്ന് ചിന്തിക്കുന്ന ചില മണ്ടബുദ്ധികൾ നമ്മുടെ സമൂഹത്തിലുള്ളത് കൊണ്ടാണ്. കാശിൻ്റെ ഹുങ്ക് കാണിച്ച് നടക്കുന്ന കുറേ ആളുകൾ ഉള്ളതുകൊണ്ടാണ്.
പക്ഷേ ഇതിനകത്ത് പെട്ടുപോകുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ്. അപ്പോൾ പലരും പറയും എടാ കാശുള്ളവൻ കയറിയാൽ മതി എന്നുള്ളത്. എടാ ഇത് തന്നെയാണ് അവർ കൃത്യമായിട്ട് മാർക്കറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ അധികമായിട്ട് നിങ്ങൾ ഈ കാശുള്ള ആളുകൾക്ക് അധികമായിട്ട് കാശുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ സാധാരണക്കാരെന്ത് ചെയ്യും? അപ്പം അവരോട് നിങ്ങൾക്ക് ഈ സൊസൈറ്റി സമൂഹപരമായിട്ട് നിങ്ങളോട് ജീവിക്കുമ്പോൾ മറ്റൊരാളുടെ അടുത്ത് ആരുടെ അടുത്ത് ഒരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതൊന്നും കുഴപ്പമില്ല, നോ പ്രോബ്ലം. നിങ്ങളുടെ ഇഷ്ടം നിങ്ങളായിട്ട് ചെയ്യുക. പിന്നെ എനിക്ക് സാധാരണക്കാരുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ജീവിക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മറ്റുള്ളവരെ പോലെ ജീവിക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. സോ നമ്മൾ പീസ്ഫുള്ളായിട്ട് നമ്മുടെ ലൈഫ് എങ്ങനെയാണോ അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. കാശുള്ളവൻ അതിൻ്റെ കഴപ്പ് കാണിച്ചുകൊണ്ട് ഇതുപോലത്തെ ഇപ്പം 300 എന്നല്ല 500 എന്നല്ല 1000 എന്നല്ല 1,00,000 രൂപ ഒരു മുട്ടായിക്ക് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് കാണിക്കൂടെ, അത് വാങ്ങാൻ പോകൂടെ. കാര്യം അങ്ങനെയാണ്. കാശ് കുറവാണ് അല്ലെങ്കിൽ ആ സാധനം വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വലിയ കുറച്ചിലാണ്, അഭിമാന പ്രശ്നമാണ്. പക്ഷേ ലുലു മാളാണെങ്കിലും എല്ലാ മാൾസ് ആണെങ്കിലും ഒരു പരിധിയൊക്കെ വേണ്ടേടേ ഇത്.